نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തക്കികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അതിൻ്റെ പര്യവസാനം വേദനാജനകമായ നരകശിക്ഷയായിരിക്കുമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന, തൊട്ടടുത്ത് റമദാൻ എത്തിയതിൻ്റെ സന്തോഷത്തിൽ ആണ് വിശ്വാസികൾ ഇപ്പോഴുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ കാലം കൂടിയാണ്. നിരന്തരമായി അവർക്ക് പല ഭാഗത്തു നിന്നും ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക്. സോഷ്യൽ മീഡിയകളിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നെല്ലാം നിരന്തരമായി അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം, ഒരു വർഷം അധ്വാനിച്ചതിൻ്റെ വിധി നിർണയിക്കപ്പെടുകയാണ്. അതിൻ്റെ മൂല്യനിർണയം നടത്തപ്പെടുകയാണ് പരീക്ഷയിലൂടെ ചെയ്യുന്നത്. ആ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായൊരു സിലബസ് ഉണ്ട്. എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണമെന്നവർക്ക് നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് പരീക്ഷ ഉണ്ടാവുക. അത് പാലിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് പരാജയമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ പഠനകാലത്ത് സംഭവിച്ച വീഴ്ചകൾ ഓർത്ത് അന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായി പഠിക്കാമായിരുന്നു,
ചില മേഖലകളിൽ എനിക്ക് എത്തിപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ധാരാളം ഉണ്ടായിരിക്കും. അതുപോലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പരീക്ഷയിൽ പഠിച്ചിട്ടില്ല, വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും ഒരു നഷ്ടബോധം ഉണ്ടാവും. ആ നഷ്ടബോധം ഇല്ലാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പഠന കാലഘട്ടത്തിൽ. അത് തിരുത്താൻ ചില ആളുകൾ വീണ്ടും പഠിക്കുന്നു, പ്രായമായാലും പഠിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ഒരു പരീക്ഷണമുണ്ട്, അതൊരു പരീക്ഷയാണ്. അവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന പരീക്ഷയിൽ ചിലർക്കൊക്കെ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. രക്ഷിതാക്കളുടെ വലിയ സ്വപ്നമാണ് മക്കൾ. അവർ പഠിച്ച് ഇന്നൊരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവില്ല. എന്റെ മകൻ നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉമ്മയും ഉപ്പയും ഇല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കണം. എന്റെ മാതാപിതാക്കളുടെ സ്വപ്നമാണ് ഞാൻ. എന്നിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ നാം വെക്കുമ്പോൾ തന്നെ നമ്മുടെ ശക്തമായ പിന്തുണ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്. രക്ഷിതാക്കളുടെ പിന്തുണ വേണം. അവർക്ക് മാനസികമായ സംഘർഷം ഉണ്ടാക്കരുത്. പരീക്ഷയുടെ പേരിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്ന രക്ഷിതാക്കളുണ്ട്. അതേപോലെ അനാവശ്യമായ ടെൻഷൻ വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കഴിവുകളാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ കുട്ടിക്ക് അത് വലിയ പ്രയാസമാകും. അതേപോലെ മക്കൾ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളോട് അല്ലെ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പറയണം, ഓരോ മാതാവും ഭയത്തോടു കൂടിയാണ് കുട്ടികളെ കാണുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളോട്, ഈ നാടിനോട്, സമൂഹത്തോട് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പഠന കാലഘട്ടത്തിൽ നമ്മുടെ ബാധ്യത നന്നായി പഠിക്കുക എന്നതാണ്. അതോടൊപ്പം പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കുന്നത് തെറ്റാണെന്ന് അറിയാത്ത വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉണ്ട്. അതൊരു ചതിയാണ്, വഞ്ചനയാണ്, കൂടെയുള്ള വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ്, ആ ഒരു സംവിധാനത്തെ ചതിക്കുകയാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. കോപ്പി അടിച്ച് വിജയിക്കുകയല്ല ചെയ്യേണ്ടത്, മാന്യമായി മുന്നോട്ട് പോകണം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ഒരു ആമുഖം പറഞ്ഞത്, ഈ ഒരു പരീക്ഷ അത്രയും വിലയുള്ളതായും അത്ര മൂല്യവത്തായത് നമ്മൾ കണക്കാക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ നമുക്ക് തിരുത്താൻ കഴിയാത്ത ഒന്നാണ്, ഒന്നുള്ളൂ എന്ന്. പരീക്ഷ തോറ്റാൽ വീണ്ടും അവസരം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പരീക്ഷയിൽ പരലോകത്ത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ കഴിയില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. എന്തിനാണ് മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയും? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താ പരീക്ഷ എന്നറിയാം? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത്, ഏറ്റവും മനോഹരമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന. അപ്പൊ എങ്ങനെ ജീവിക്കണം? ഈ പരീക്ഷയിൽ ജയിക്കാൻ എന്താ കൃത്യമായ സിലബസ് ഉണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസുമാണ് അതിന്റെ സിലബസ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാം നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പരീക്ഷയിൽ വിജയിച്ചാൽ എന്താണ് നേടുക? എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? സ്വർഗമാണ് കിട്ടാനുള്ളത്. അതിൽ പരാജയപ്പെട്ടാലോ നരകമാണ്. തിരുത്താൻ അവസരമല്ല, വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമല്ല. കുറച്ചുകൂടെ ഫീസ് കൊടുത്ത് ഒന്നുകൂടി ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ് പറഞ്ഞത്, നന്നായി ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചാണ്, ആ വിജയത്തെക്കുറിച്ചാണ്, ആ സ്വർഗം നേടുന്നതിനെ കുറിച്ചാണ് ഫൗസുൽ കബീർ, ഫൗസുൽ അലീം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ നാം ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് സിലബസ് എന്താണെന്ന് അറിയണം. പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് എന്താ പഠിക്കാനുള്ളത് എന്ന് അറിയാതെ പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. സിലബസ് എന്താണെന്ന് അറിയണം. എന്താ നമ്മുടെ സിലബസ്? അത് പരിശുദ്ധ ഖുർആനാണ്, തിരു ഹദീസാണ്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഒരു ധാരണ വേണം. ഇല്ല എങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റൂല. മാത്രമല്ല, സിലബസ് അറിഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. പരിശുദ്ധ ഖുർആനും തിരു ഹദീസും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ പുറത്തു പോകാനും പാടില്ല. ആ സിലബസിന്റെ പുറത്തുള്ളത് ചെയ്യാൻ പാടില്ല. അതിന്റെ പുറത്തേക്ക് പോയാൽ ഉള്ളിലുള്ളത് നഷ്ടപ്പെടും. ചെയ്യാൻ പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചില നിയമങ്ങളുണ്ട്. അത് നമുക്കുള്ളൊരു പരീക്ഷണമാണ്. അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്താനല്ല, അള്ളാഹു നമുക്ക് നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് പകരമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട നിസ്സാരമായ കാര്യമാണ് സഹോദരങ്ങളെ അത്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അല്ലേ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പല വിധത്തിൽ അള്ളാഹു പരീക്ഷിക്കും. ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അതാണ് പറയാം. ഓരോന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്.
പരീക്ഷണങ്ങൾ ഉണ്ടാവും തന്നെ പറയുന്നുണ്ട്. പലരും പരാതി പറയാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തികമായി എന്നും കഷ്ടപ്പാടാണെന്ന് പറയും. ചില ആളുകൾ അസുഖമാണ് ചിലർക്കുള്ള പ്രശ്നം, ചില ആളുകൾക്കുള്ള പ്രശ്നം ഭാര്യയാണ്, ചില ആളുകളുടെ പ്രശ്നം ഭർത്താവാണ്, ചിലർക്കുള്ള പ്രശ്നം കുടുംബ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവും, ഇതുണ്ടാവും എന്ന് ഉറപ്പാണ്. അതാണ് ഈ ലോകം എന്ന് പറഞ്ഞാല്. പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതില്ലാത്ത സുന്ദരമായ ഒരു ലോകം നമ്മൾ സ്വപ്നം കാണണ്ട, അത് സ്വർഗമാണ്, അതിലേക്കുള്ള ഒരു വഴിയാണ്. അത് ഇവിടെ നമ്മൾ അത് വിജയിക്കണം എന്നാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലെ, ഭീതിജനകമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. അപ്പൊ പട്ടിണി കൊണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഞങ്ങളൊക്കെ കുറെ പട്ടിണി കടന്നിട്ടുണ്ടെന്ന് ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് പറയാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഉണ്ടാവും, അല്ലെ. ഇപ്പൊ പണമുണ്ടായിട്ടും ചിലതൊന്നും തിന്നാൻ കഴിയുന്നില്ല, അല്ലെ. തൊട്ടപ്പുറത്തുനിന്ന് റൂമിൽ നിന്നും നല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് വരുമ്പോൾ വല്ലാത്ത കൊതിയാണ്. പക്ഷെ ചില രോഗങ്ങൾ തിന്നാൻ അനുവദിക്കുന്നില്ല. അതൊരു പട്ടിണിയാണ്, ഇതൊരു പ്രയാസാണ്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും പ്രസക്താണ്, അത് എന്നും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. പല രീതിയിലായിരിക്കാം എന്ന് മാത്രം. ഒരുപക്ഷെ നമുക്കത് തിരിഞ്ഞോളണമെന്നില്ല. വനഖസിമിനൽ അംവാൽ, ധനനഷ്ടം, വൽ അംഫുസ്, ആളുകൾ മരിക്കും, അല്ലെ, ആളുകളുടെ നഷ്ടമുണ്ടാവും. പ്രിയപ്പെട്ട ആളുകൾ പെട്ടെന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അസഹനീയമായ കാര്യങ്ങളായിരിക്കും. പരീക്ഷണമാണ്. വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ, അതേപോലെ കായ്ക്കനികളും ഫലവർഗ്ഗങ്ങളും നഷ്ടപ്പെടും. അവിടേക്ക് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ക്ഷമയാണ് ഏറ്റവും വേണ്ടത്, അല്ലെ. ധനവും മക്കളും ഒക്കെ പരീക്ഷണമാണ്. അല്ലാഹു പറഞ്ഞിട്ട് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അംവാലും ഔലാദും എല്ലാം നിങ്ങൾക്ക് പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കരുത്. ലാ തുൽഹിക്കും, നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു പോവരുത്. അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തുമൊന്നും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളുമൊന്നും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. അൻദിക്രില്ല, അള്ളാഹിനെ സ്മരിക്കുന്നതിൽ നിന്ന് തെറ്റാനത് കാരണമാവരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കാം? ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, നഷ്ടമായിരിക്കും. വമയഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. ഒരു പരീക്ഷയിൽ തോറ്റാല് അതെന്ത് ചെയ്യാം? സപ്ലിമെന്ററി നമുക്ക് എഴുതാം, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം, ഇല്ല ഫീസ് അടച്ചാൽ വീണ്ടും എഴുതാം. പക്ഷെ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, തിരുത്താൻ പിന്നെ അവസരം ഉണ്ടാവില്ല. നമുക്ക് ബോധ്യപ്പെടും, പക്ഷെ തിരുത്താൻ പറ്റില്ല. പരിശുദ്ധ റമളാൻ അതിനുള്ളൊരു അവസരമാണ്, നല്ലൊരു അവസരമാണ്, തിരുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. നല്ല പ്ലാൻ ചെയ്തുകൊണ്ട് തിരുത്താൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങൾ. റമളാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്, ചെറിയൊരു കാര്യമല്ല, വലിയ സൗഭാഗ്യമാണ്. റമളാനിൽ ഒരു വർഷം ജീവിക്കാൻ പറ്റുക, ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമാണ്. പക്ഷെ അത് തിരിച്ചറിയാതെ നമ്മൾ അങ്ങനെ റമളാൻ ഒരിക്കലും അങ്ങനെ പോയാണ്ടല്ലോ വലിയൊരു നഷ്ടമായിരിക്കും. അത്രയും മനോഹരമായ ഒരു ഓഫറാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നന്നായി ഒരുങ്ങണം. ആ ഒരുക്കം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ നമുക്ക് വേറൊരു അവസരമില്ല. ആ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ മരണം അങ്ങനെ മുന്നിൽ കാണുന്ന നിമിഷത്തിൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ പറയും, അള്ളാഹു പറയാണ്, നിങ്ങൾ ചെലവഴിച്ചു, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളി. എപ്പോ അറിയാം? മരണം വരും. ഖബ്ല അൻ യഅതിയകുമുൽ അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിന് മുമ്പ് ചെലവഴിച്ചോളി. ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ബോധ്യം. ഫയഖൂൽ, അപ്പോൾ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരിത്തിരി സമയം കൂടി എനിക്ക് നീട്ടിത്തരണേന്ന് പറയും. ആ പരീക്ഷന്റെ സമയത്ത് അധ്യാപകർക്ക് നല്ല പരിചയമുള്ള ഒരു കാര്യമാണ്. അവസാന നിമിഷത്തിൽ ബെല്ലടിച്ച കുട്ടികളുടെ ഒരു എഴുത്ത്, ചർപ്പ തരാം മാഷെ, ഒരു മിനിറ്റ് ഇതും കൂടി ചെയ്തിട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുണ്ട്. ആ നിമിഷം ശരിക്കും നമുക്ക് ഓർമ്മ വരും. മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും, കുറച്ച് സമയം, 1 മണിക്കൂർ മതി എന്ന് പറയും. മലക്കുൽ മൗത്തിനോട് നമ്മൾ പറയും, അവസരം ഉണ്ടാവില്ല. മലക്ക് പറഞ്ഞ പണി ചെയ്യും, 1 സെക്കൻഡ് പോലും നീട്ടിത്തരൂല. പരീക്ഷക്ക് ബെല്ലടിച്ച, പരീക്ഷയുടെ സമയം കഴിഞ്ഞ് ബെല്ലടിച്ചാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അവർക്ക് അത് നീട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഒരു വിദ്യാർത്ഥിയോട് അനീതി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെ പേപ്പറും വാങ്ങണം. കുട്ടികൾക്ക് ഇനിയും ചിലപ്പോൾ എഴുതാണ്ടാവും. അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് എഴുതാൻ പറ്റണം. അതേപോലെ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എന്നിട്ടോ എന്തിനാണ്? ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ ദാനധർമ്മം ചെയ്തോളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം എന്നൊക്കെ പറയും, അല്ലെ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചു പോയ, ചെയ്യാൻ വിട്ടുപോയ കുറെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നപ്പം ഇങ്ങനെ പറയും. പക്ഷേ അള്ളാഹു അനുവദിക്കില്ല. അവധി എത്തിയാൽ ഒരാളെയും നീട്ടിക്കൊടുക്കൂല എന്ന് അള്ളാഹു കൃത്യമായി പറയണം. അതാണ് ഇതിനുള്ള മറുപടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞത് ഒറ്റ ഒന്നേ ഉള്ളൂ. പരീക്ഷ നമുക്ക് പലതവണ ഉണ്ടായേക്കാം. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയക്രമീകരണം വേണം. പരീക്ഷയ്ക്ക് നമ്മൾ ഓരോ ചോദ്യങ്ങൾ അല്ലെ, ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയ ആദ്യം നമ്മൾ ചോദ്യം നോക്കും, എങ്ങനെയൊക്കെ തുടങ്ങണം, എവിടെയൊക്കെ തുടങ്ങണം, ഏതിനാണ് കൂടുതൽ മാർക്ക്, ഏത് രീതിയിൽ എഴുതണം. ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങനെ എഴുതി കിട്ടാത്തത് ഇങ്ങനെ ആലോചിച്ചിരുന്ന് 2 മാർക്കിൻ്റെ ഇങ്ങനെ ആലോചിച്ചിരുന്ന 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ അവിടെ സമയം നഷ്ടപ്പെട്ടു പോകും. അതൊന്നും ഇല്ലാതെ പ്ലാനിങ് ഇല്ലാതെ എഴുതി അവസാനം കുറെ മാർക്ക് വെറുതെ പോകും, സമയം നഷ്ടമാവും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെ അനാവശ്യമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി വേണ്ടതിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ, ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾക്ക് സമയം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും, നമ്മുടെ സമയം തീർന്നു പോകും. അതുകൊണ്ട് നല്ലൊരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിന് വേണം. സുവർണാവസരമാണ് നമുക്ക് മുമ്പിലുള്ളത്. അള്ളാഹു പരിശുദ്ധ റമളാനിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിച്ചു തരുമാറാവട്ടെ. അല്ലെ, ആ ഒരു അവസരം നമുക്ക് തിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ് സഹോദരങ്ങൾ. നന്നായി ഒരുങ്ങുക, നമ്മൾ ആ വിജയത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുക. അതിന് ചില കാര്യങ്ങൾ എന്താണ്, ഒന്നാമത് എന്താ വേണ്ട അറിയോ, പ്ലാൻ വേണമെന്ന്. നല്ലൊരു പ്ലാൻ നമ്മുടെ മനസ്സിലാണ്. പ്ലാൻ ചെയ്യാതെ ഒരു കാര്യം വിജയിച്ചിട്ടില്ല. അല്ലെ, സാധാരണ പറയാറുണ്ട്, ഒരു ചൊല്ല് പറയാണ്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ. അല്ലെ, ഒരു കാര്യത്തിന് പ്ലാൻ ചെയ്യുന്നതിൽ നീ പരാജയപ്പെട്ടാൽ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്ന്. താൻ ചെയ്യുന്നത് പരാജയപ്പെടാനുള്ള പ്ലാനിങ് ആണ്. ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിൽ നിനക്ക് വിജയിച്ചില്ല, നീ അത് വിജയിച്ചില്ല എങ്കിൽ നീ പരാജയപ്പെടാനുള്ള പ്ലാനിങ്ങിലാണ്. സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്. അതേപോലെ നമ്മൾ പ്ലാനിങ് പരാജയപ്പെട്ടാൽ എല്ലാം പരാജയപ്പെട്ടു. അത് നന്നായി പ്ലാൻ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം. എത്ര പ്രായമായി നമ്മൾക്ക്, ഒരുപാട് പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇത്ര വയസ്സായി, എന്നിട്ട് ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകൾ എനിക്ക് കാണാതെ അറിയാം, എത്ര സുഹൃത്തുക്കൾ. അള്ളാഹു എനിക്ക് വേണ്ടി നൽകിയ മാർഗദർശനമാണിത്, എന്നിട്ട് ഞാൻ അതുമായുള്ള ബന്ധം എത്രമാത്രമാണെന്ന് ആലോചിച്ചുകൊണ്ട് ഒന്നാമത് ഖുർആനുമായുള്ള നല്ലൊരു ബന്ധം നമ്മൾ നന്നായി പ്ലാൻ ചെയ്യും. ഒന്നാമത്തത് അതാണ്. അല്ലെ, പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ തന്നെ ചില ആളുകൾ റമളാനിൽ 2-3 തവണയൊക്കെ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്ന ആളുകളുണ്ട്. വളരെ നല്ലതാണ്. അല്ലെ, കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം. ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, ഓരോ അക്ഷരത്തിനും പുണ്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, പരമാവധി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അതിനൊരു സമയ ക്രമീകരണം നമ്മൾ കണ്ടെത്തണം. ഓരോ അക്ഷരങ്ങളും അത് അങ്ങനെ തന്നെ പിന്നെ തജ്വീദോടുകൂടി നല്ല ആസ്വദിച്ചുകൊണ്ട് നല്ല മനോഹരമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബാധ്യത തീർക്കുന്നത് പോലെ ഖുർആൻ ഓതി തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് തീർത്തു പോവല്ല. ആ പാരായണത്തിന്റെ പുണ്യം മനസ്സിലാക്കി, അക്ഷരങ്ങളുടെ പുണ്യം മനസ്സിലാക്കി മനോഹരമായ ശബ്ദത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതിനുള്ള സമയം നമ്മൾ ക്രമീകരിക്കും. ഓരോ നമസ്കാരത്തിന്റെ സമയം, രാവിലെ എത്ര സമയം വേണം, വൈകുന്നേരം എത്ര സമയം വേണം, മഗ്‌രിബിന്റെ ശേഷം എത്ര സമയം കിട്ടും, എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് തറാവീഹൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം എത്ര സമയം പാരായണം ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടാവും. എല്ലാ കാര്യവും അങ്ങനെ ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, പരാജയപ്പെട്ടു പോകും. പിന്നെ അതേപോലെ തന്നെ ഹിഫ്ളാക്കാൻ, അല്ലെ, കുറെ കാലമായി നമ്മൾ ഖുർആൻ പഠിച്ച് ഖുർആന്റെ ആളുകളാന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. പക്ഷെ എത്ര ആയത്തുകൾ, എത്ര സൂറത്തുകൾ നമുക്കറിയാം. പണ്ടെന്നോ മദ്രസയിൽ നിന്ന് പഠിച്ച, വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഏതാനും സൂറത്തുകൾ അറിയാം. അല്ലെ, അതെന്നെ എന്നോ ഓതി നോക്കിയാൽ കിട്ടുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആവരുത് മുസ്ലിങ്ങളായി നമുക്ക്. ഈ റമളാനിൽ കുറച്ച് പുതിയ സൂറത്തുകൾ പഠിക്കണം. ചെറിയ സൂറത്തുകളെങ്കിലും കുറച്ച് പഠിക്കണം. അല്ലെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സൂറത്ത്, ഇത് റമളാനിൽ ഞാൻ പഠിച്ചിരിക്കും, അങ്ങനെ ഒരു ധാരണയും ചിന്തയും പ്ലാനിങ്ങും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആശയം പഠിക്കാൻ വളരെ ചെറിയ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെ, അറിയാത്ത ആരും ഉണ്ടാവില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ്. അതെങ്കിലും ഒന്ന് അതിന്റെ ആശയമൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി വിശദീകരണം അങ്ങനെ വായിച്ചാണ്ടല്ലോ അള്ളാഹിനെ പരിചയപ്പെടുന്ന എത്ര സുന്ദരമായ ഒരു സൂറത്താണെന്ന് അറിയാം. ആ സൂറത്തിന് വേറൊരു പേരുണ്ട്, സൂറത്ത് തൗഹീദ് എന്ന പേര്. അല്ലാത്തൊരു സൂറത്താണ്. അതേപോലെ ചെറിയൊരു സൂറത്തെങ്കിലും പഠിക്കാൻ, അത് എന്താണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മളങ്ങനെ ഓതിപ്പോണ്ട് എന്താന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ചില സൂറത്തുകൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന സൂറത്തു സജദ, സൂറത്തുൽ ഇൻസാൻ, അല്ലെ, എന്ന് പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്, അല്ലെ, പ്രധാനപ്പെട്ട സൂറത്തുകളായ സൂറത്തുൽ മുൽക്ക്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്തുകൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ബഖറ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. സൂറത്ത് ആൽ ഇംറാൻ ഒക്കെ ഹദീസുകളിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ്. അല്ലെ, അല്ലെങ്കിൽ ആയത്തിൽ കുറിച്ച് ആമന റസൂലു, ഇതൊക്കെ പ്രധാനപ്പെട്ട, അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണമെങ്കിലും നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സഹോദരങ്ങൾ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ റമളാനിൽ അങ്ങനെയൊക്കെ ഒരു മാറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക, നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാവാതെ പലരോടും വെറുപ്പും പോരും പകയും ഒക്കെ ആയിക്കൊണ്ട് എങ്ങനെ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുക? അള്ളാഹിന്റെ മുമ്പിൽ ശുദ്ധമായൊരു മനസ്സില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അല്ലെ, പലരോടും വാശിയാണ്, സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ എത്ര കാലാണ്, മാതാപിതാക്കളോട് പ്രശ്നങ്ങളാണ്. എങ്ങനെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക? അള്ളാഹിന്റെ മുമ്പിൽ കൈ നീട്ടാനുള്ളതല്ലേ സഹോദരൻ. ആ വാശിയും വെറുപ്പൊക്കെ മനസ്സ് ആദ്യമാണ് ശുദ്ധാക്കുക, എന്നിട്ടാണ് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അല്ലെ, മരുമകളെ സ്വന്തം മകളെ പോലെ കാണാൻ കഴിയാത്ത പിന്നെ അമ്മായിമ്മയാണെങ്കിൽ, സ്വന്തം പിന്നെ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിക്കാൻ കഴിയാതെ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന ഒരു മരുമകളാണെങ്കിൽ എങ്ങനെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കും സഹോദരങ്ങൾ? അതുകൊണ്ട് ശുദ്ധമായ ഒരു മനസ്സാണ് ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത്.
അതുണ്ടാവണം. പോരും വെറുപ്പൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. കാരണം അള്ളാന്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കാനുള്ളതാണ്, അള്ളാന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ളതാണ്. അവിടെ ആരും സഹായിക്കാണ്ടാവില്ല. അതുകൊണ്ട് നല്ലൊരു മനസ്സ് തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഒന്ന് നന്നാക്കാം. ഇബാദത്തുകള് ഒക്കെ ഒന്ന് ഉഷാറാക്കുക. എല്ലാം റമദാനിൽ പ്രത്യേകമായിട്ട് പുതിയതൊന്നും ചെയ്യാല്ല, ഉള്ളതൊക്കെ ഒന്ന് ഉഷാറാക്കാനാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ്. ഒരു ഒഴുക്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്, എന്നും ചെയ്യുന്നത് കൊണ്ട് അതിനൊരു വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാവുമ്പോൾ നമസ്കാരം വളരെ പ്രധാനം. അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു താബി പണ്ഡിതനായ ഒരാള് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചുവന്നു തൊടുത്ത് വന്നപ്പോ ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോ ഭാര്യയോട് പറയണേ, എടി നിനക്കറിയോ ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്നറിയോ? ലോകത്തിന്റെ രക്ഷിതാവായ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉന്നതനായ ഒരു ആളെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും, അവിടെ എത്ര സമയം കാത്തു നിൽക്കാൻ തയ്യാറാകുന്ന അവസ്ഥയൊക്കെ ഇത് ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? ലോകത്തിന്റെ സൃഷ്ടാവായി എല്ലാത്തിനെയും ഇതിനൊക്കെ അടക്കി ഭരിക്കുന്ന, എല്ലാരെയും അടക്കി ഭരിക്കുന്ന അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് നിൽക്കുന്നത് അലസമായിക്കൊണ്ട് ആവിയിട്ടുകൊണ്ട് കോട്ടുവായിട്ട് കൊണ്ടൊക്കെ നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് അതുണ്ടാവരുത്. വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഭയപ്പാടോടുകൂടി നിൽക്കാൻ, സന്തോഷത്തോടുകൂടി നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നിസ്കാരം നമ്മൾ വുളു മുതൽ അവസാനം വരെ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമസ്കാരം അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കണം നമ്മൾ. അങ്ങനെ നിസ്കരിക്കണം. നമുക്ക് അതിലെ ഓരോ കാര്യങ്ങളിൽ ഓരോന്നിലെയും പ്രാർത്ഥനകളിലെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് ഹൃദ്യമായി തോന്നും. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്ലാമിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു. അദ്ദേഹം വഴങ്ങിയില്ല. ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി, അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അവസാനം കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞപ്പോ അത് നൽകി. 2 റക്അത്ത് അദ്ദേഹം നമസ്കരിച്ചു. ആ നമസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ അദ്ദേഹം കിടന്ന്, ആ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അദ്ദേഹം തേടി. അദ്ദേഹത്തിന്റെ കണ്ടമിടറി, അദ്ദേഹത്തിന് നെഞ്ചു പിടക്കുന്ന തരത്തിൽ അദ്ദേഹം സുജൂദിൽ കിടന്ന് ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹിനോട് തേടി. ആ സുജൂദ് ഒരുപാട് സമയം ദീർഘിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിട്ടും അദ്ദേഹം ആ സുജൂദ് അവസാനിപ്പിച്ചുകൊണ്ട് സലാം വീട്ടി ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്കെന്റെ നാഥന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കൊതി തീർന്നിട്ടല്ല ഞാൻ എഴുന്നേറ്റത്, എനിക്കെന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കൊതി തീർന്നിട്ടില്ല. പക്ഷേ ഞാൻ അധിക സമയം സുജൂദിൽ കിടന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭീരുവാണ്, മരണത്തെ പേടിച്ച് നമസ്കാരം നീട്ടിക്കൊണ്ടുപോയതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അതുകൊണ്ടാണ് ഞാനിത് നിർത്തിയത് എന്ന് പറഞ്ഞ ശത്രുക്കളുടെ മുഖത്ത് നോക്കി ആ ഒരു നമസ്കാരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വല്ലാതെ ആസ്വദിച്ചിട്ടുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ നമസ്കാരങ്ങളും നമുക്ക് അറിഞ്ഞു ചെയ്യാൻ പറ്റണം. എത്ര കാലമായി നമ്മൾ നമസ്കരിക്കുന്നു? ഈ റമദാനിലെങ്കിലും ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ നാഥന്റെ മുമ്പിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്ന് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു അവയവത്തിന്റെ പ്രശ്നം. അത്ര ഗുളിക കുടിക്കുമ്പോൾ ഇതുവരെ ഞാൻ അത്ര സുന്ദരമായിട്ട് ജീവിച്ചു അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എത്ര സുഖമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കോടിക്കണക്കിന് വിലയുള്ള ശരീരം നമ്മുടെ കയ്യിലുണ്ട്, അവയവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒന്ന് വീക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാവുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, എത്ര ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരവും അതുപോലെ നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തറാവീഹ് നമസ്കാരം എന്നുള്ളത്. റമദാനിലാവുമ്പോൾ രാത്രി നമസ്കാരം സാധാരണ എല്ലാ സമയത്തുള്ളതാണ്. റമദാനിൽ അതൊന്ന് ജമാഅത്തായി നിർവഹിക്കൽ പ്രത്യേകം പുണ്യമാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ വലിയ കൂലിയുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യുക, ജമാഅത്തായി ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നിസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പുണ്യമാണ്. അതൊരു അലസമായി ചെയ്യാതെ വളരെ താല്പര്യത്തോടു കൂടി തന്നെ നിർവഹിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ പേരും പറഞ്ഞ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കുറെ കാലത്തെ പരിചയങ്ങൾ പല പള്ളികളിൽ നടക്കുന്നതും കൊണ്ട് പറയാണ്, കുട്ടികളൊക്കെ എന്ത് ചെയ്യും, മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടു കൂടി പള്ളിയിലേക്ക് പറഞ്ഞു. പക്ഷെ കുട്ടികൾ പുറത്തുപോയി, പള്ളിയിൽ വന്ന് പുറത്തുപോയി സോഡ കുടിച്ച് ഉപ്പിലിട്ട നെല്ലിക്കം തിന്ന് നടക്കുക, എല്ലാ തിന്മകളും തുടങ്ങുന്ന ഒരു കാലം. കുറേ അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്. അത് നമ്മുടെ പള്ളിയിൽ ഇവിടെ ഉണ്ടാവും. രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. കുട്ടികൾ വരികയാണെങ്കിൽ കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞയച്ചാൽ മതി. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, അതിനേക്കാൾ വലിയ ദുരന്തം, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികൾ നശിക്കാൻ അത് മതിയാവും. ഒരുപാട് തെളിവുകളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പള്ളികളിലൊക്കെ സ്ഥിരമായി നടക്കുന്ന റമദാനിൽ കുട്ടികൾ എന്ത് ചെയ്യും, പള്ളിയിലേക്കെന്ന് പറഞ്ഞു വരും. എന്നിട്ട് എന്ത് ചെയ്യും, 1 റക്അത്ത് 2 റക്അത്തൊക്കെ നിസ്കരിക്കും. പിന്നെ അവരെ ഇവിടെ കാണൂല. 2-3 നിലകളുള്ള പള്ളികളിൽ ചില നിലകളിലൊക്കെ പോയി കുട്ടികൾ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് റമദാനിൽ ആലോചിച്ച് നോക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്.
നന്നായി ശ്രദ്ധിക്കണം. കുട്ടികൾ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമല്ല സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ മക്കളുടെ കൂടെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞയച്ചാൽ മതി. അങ്ങനെ അവസ്ഥ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിജയം, ശാശ്വതമായ വിജയത്തിന് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പരാജയപ്പെട്ട ഈ ജീവിതം പരാജയപ്പെടുത്താൻ പിന്നെ തിരുത്താനാവില്ല. നേരത്തെ പരീക്ഷനെ കുറിച്ച് പറഞ്ഞ പോലെ തിരുത്താൻ കഴിയില്ല. പിന്നെ ഒരു അവസരം നമുക്കില്ല, ഒറ്റ അവസരമേ ഉള്ളൂ. അതിങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നരകം സ്വർഗ്ഗമൊക്കെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും ബോധ്യപ്പെടും. പക്ഷേ പിന്നെ ഒരു അവസരമല്ല. അതുകൊണ്ട് ഒറ്റ അവസരം മാത്രമുള്ളത്. പലതവണ നമ്മൾ കേട്ടു, എന്നിട്ടും നമ്മുടെ മനസ്സിലേക്ക് താഴ്ന്നിറങ്ങിയിട്ടില്ലെങ്കിൽ, പല റമദാനുകൾ വന്നു എന്നിട്ടും നമ്മൾ തിരുത്തിയിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചവന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നിയ്യത്ത് വളരെ പ്രധാനമാണ്. നിയ്യത്ത് തീർച്ചയായിട്ടും രാത്രിയിൽ തന്നെ നമുക്ക് നിയ്യത്ത് ഉണ്ടായിരിക്കണം. പ്രഭാതത്തിന് മുമ്പ് തന്നെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്ത് ചൊല്ലിപ്പറയേണ്ടതില്ല. ചൊല്ലിപ്പറയാൻ പഠിപ്പിക്കപ്പെട്ട ഒറ്റ കാര്യമുള്ളത് അത് ഉംറയുടെയും ഹജ്ജിന്റെയും ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറത്തൻ, അത് പറയണം. അത് മനസ്സിൽ വിചാരിച്ചാൽ പോരാ. ബാക്കിയെല്ലാം നമ്മൾ ഉദ്ദേശാണ്ട്. ഒരാൾക്ക് ഒരു 10 റുപ്യ കൊടുക്കുകയാണെങ്കിൽ നിയ്യത്ത് വേണം. ആരും പറയലില്ലല്ലോ. അങ്ങനെ പറയാൻ പഠിപ്പിക്കപ്പെട്ടില്ല. നോമ്പിന് നമസ്കാരത്തിനൊന്നും ഒക്കെ നമ്മുടെ മനസ്സിലാണ്. ആ ബോധ്യമാണ്. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ ബോധമുണ്ട്, ഞാൻ നോമ്പുകാരനാണ്. അതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞത്. ആ നിയ്യത്ത് നമുക്ക് എന്ത് ചെയ്യണം? രാത്രി തന്നെ നാളെ ഞാൻ നോമ്പെടുക്കും. ആ പ്രധാനപ്പെട്ട നോമ്പിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ തീരുമാനിച്ച് തയ്യാറെടുക്കുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതില്ലാതെ, ആ ബോധമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് ശരിയാവില്ല. അപ്പൊ ആ നിയ്യത്ത് നമുക്ക് ഓരോ നോമ്പിനും എന്ത് ചെയ്യണം? തലേന്ന് തന്നെ നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അത്താഴം കഴിക്കണം. നമ്മൾ നല്ല ആരോഗ്യം ഉണ്ട്, എനിക്ക് അത്താഴത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നല്ല ബറക്കത്ത് അതിലുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഇനി കുറച്ച് ഭക്ഷണമാണെങ്കിലും ആ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിക്കണം. പ്രത്യേകം ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. മറ്റൊന്ന്, അനാവശ്യമായി നമ്മൾ സമയം തീർക്കാൻ പാടില്ല. സമയം തീർന്നു കിട്ടാൻ പണിയില്ലാത്തവരല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സമയം തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുന്ന ഒരവസ്ഥ അതുണ്ടാവരുത്. അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വിഷയം, നിസ്കാരത്തിന്റെ സമയമോ അല്ലെങ്കിൽ തറാവീന്റെ സമയമോ അല്ലെങ്കിൽ സക്കാത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞ് പല പള്ളിയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് തെറ്റതുണ്ടാവരുത്. അതേപോലെ വീട്ടിലാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ റമളാനിൽ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. പിശാചിനെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ തന്നെ പിശാചായി മാറരുത്. കെട്ടയച്ച് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ചാടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് നന്നായി നല്ല ക്ഷമ വേണം. ക്ഷമയുടെ മാസം എന്നാണ് ഈ റമളാന്റെ മറ്റൊരു പേര് തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? അത് നമുക്കുണ്ടാവും. പിന്നെ വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറക്കാൻ സമയമായാൽ എന്ത് ചെയ്യാം? തുറക്കാൻ ധൃതി കാണിക്കണം. സമയമായാലാണ് കേട്ടോ ധൃതി കാണിക്കേണ്ടത്. ബാങ്ക് കൊടുത്താൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നിൽക്കുന്ന പരിപാടി ഉണ്ടാവരുത്. അത് ധൃതി കാണിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് ഖൈറാണ്. അതിൽ പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. സമയമായാൽ ഉടനെ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കണം എന്നുള്ളത്. ആ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അറിയാത്ത ആളുകൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. പലർക്കും അറിയുന്നതാണ്, അറിയാത്തവരെന്ത് ചെയ്യണം? അത് പഠിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്, എങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുകയോ അതെന്തെങ്കിലും കുടിക്കുകയോ ചെയ്താൽ, അതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് നഷ്ടപ്പെടും. അതേപോലെ ശരീരത്തിന് പോഷണം ലഭിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇഞ്ചക്ഷനുകൾ, ഗ്ലൂക്കോസ് പോലുള്ള ശരീരത്തിന് ഗുണം കിട്ടുന്ന, ശക്തി കിട്ടുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ശരീരത്തിലേക്ക് വന്നാൽ, അതേപോലെ ബ്ലഡ് ശരീരത്തിലേക്ക് കയറ്റിയാൽ ഒക്കെ എന്ത് ചെയ്യും? നോമ്പ് നഷ്ടപ്പെടും. അതേപോലെ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും. ആർത്തവരക്തം, പ്രസവരക്തമൊക്കെ ഉണ്ടായ സ്ത്രീകളുടെ നോമ്പ് നഷ്ടപ്പെടും. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ധാരണയും കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. പിന്നെ ചില തെറ്റായ ധാരണകളുണ്ട്. എന്ത് ചെയ്യാം? പകല് പല്ല് തേക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ ധാരണ. അത് തെറ്റായ ധാരണ. പകല് പല്ല് തേക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മത പാലിക്കണം. സാധാരണ സമയത്ത് തേക്കുന്നത് പോലെ പേസ്റ്റ് ഉപയോഗിച്ച് വിശാലമായി തേച്ച് പല്ല് തേച്ച് എന്ത് ചെയ്യാം? അകത്തേക്ക് വായിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. നല്ല സൂക്ഷ്മത കാണിക്കണം. നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാതെ എന്ത് ചെയ്യാം? നമുക്ക് പല്ല് തേക്കാം. അല്ലെ, അതിന്റെ സുഗന്ധം പരലോകത്ത് കസ്തൂരിയുടെ സുഗന്ധമാണെന്നുണ്ട് ഇവിടെ വൃത്തിയായിട്ട സ്മെല്ലുണ്ടാവുക. ആ വൃത്തിയായിട്ട സ്മെല്ലായി മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറി. നല്ല വൃത്തി എപ്പോഴും നോമ്പാണെങ്കിലും നമ്മൾ വായ കഴുകിക്കൊണ്ട് പല്ല് തേച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ മുങ്ങിക്കുളിച്ചാൽ നോമ്പ് മുറിയുമെന്ന് തെറ്റായ ധാരണ. അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം.
അതേപോലെ രാത്രി ലൈംഗിക ബന്ധത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് നോമ്പിനെ ബാധിക്കൂല. ഇഞ്ചക്ഷൻ സാധാരണ ഇൻസുലിൻ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വാക്സിനേഷനോ ഒക്കെ ആണെങ്കിലും മതി, അതൊന്നും നോമ്പിനെ ബാധിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിലേ നോമ്പിനെ ബാധിക്കുള്ളൂ. ശരീരത്തിന് ഗുണം കിട്ടുന്ന തരത്തിലുള്ളതാണെങ്കിൽ നോമ്പിനെ ബാധിക്കും. അതേപോലെ സുറുമ ഇട്ടു എന്നുള്ളത് കൊണ്ട് നോമ്പിനെ ബാധിക്കൂല. നമ്മൾ അറിയാതെ ഛർദ്ദിച്ചു, നമ്മളെ കാരണം കൊണ്ടല്ല, നമ്മൾ അറിയാതെ ഛർദ്ദിച്ചാലും നോമ്പ് നഷ്ടപ്പെടില്ല. മനഃപൂർവ്വം ഛർദ്ദിച്ചാലാണ് നോമ്പ് നഷ്ടപ്പെടുക. അതേപോലെ ഭക്ഷണ രുചി നോക്കുന്നത് കൊണ്ടും എന്തില്ല, നോമ്പ് നഷ്ടപ്പെടില്ല. നമ്മൾ നാവിൽ വെച്ചാൽ തന്നെ നമുക്ക് രുചി മനസ്സിലാവും, ഉപ്പുണ്ടോ മധുരണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം എന്ന് മാത്രം, തുപ്പിക്കളയണം, നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ രംഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നോമ്പ് നോൽക്കേണ്ടതില്ലാത്ത ആളുകൾ, മാറാരോഗികൾ, വലിയ പ്രയാസമുള്ള രോഗികൾ, വലിയ യാത്രകൾ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, പിന്നീട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് മത്സരിക്കാനുള്ള, നന്മയിൽ മുന്നേറാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പോൾ ഈ ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഒന്ന്, റമദാൻ ഊർജ്ജസ്വലമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയുടെ കീഴിൽ കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉണർച്ച, ഒരു ആവേശം, ഒരു ഈമാനികമായൊരു മാറ്റം ഉണ്ടാവും. അതിനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് പിന്നെ ആദ്യത്തെ ശനിയാഴ്ച 8-ാം തീയതി, മാർച്ച് 8-ാം തീയതി 2-ാം ശനി മുതൽ പിന്നെ ഉള്ള ഓരോ ഞായറാഴ്ചകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും. അതിനു മുമ്പ് ആദ്യത്തെ ഒരു ശനിയാഴ്ച. അപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സുകളുണ്ട്. അതിൽ ലുഹറിന് ശേഷമാണ് ക്ലാസ്. അതിൽ 16-ാം തീയതി ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യുക, സമൂഹ നോമ്പ് തുറ ആയതുകൊണ്ട് അസറിന് ശേഷമായിരിക്കും ക്ലാസ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതേപോലെ തറാവീഹിന് ശേഷം ചെറിയ ഉത്ബോധനം എന്നുള്ളവർക്ക് ഒരു 5-10 മിനിറ്റ് ചെറിയ ഉത്ബോധനങ്ങൾ, നമുക്ക് പഠിക്കേണ്ട ആവശ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പള്ളിയിലുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് ശരിയാവുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്, അല്ലെ? അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി അതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് സക്കാത്ത്. അപ്പൊ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവണം. അപ്പൊ അതിനുള്ള അവസരം സക്കാത്ത് ഈ നോമ്പുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും നോമ്പിന്റെ സമയത്ത് എല്ലാവരും ഓർമ്മപ്പെടുത്തുകയും ആ ഒരു തിരുത്താനുള്ള അവസരം കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ പള്ളിയുടെ കീഴിലും എന്ത് ചെയ്യും, നല്ലൊരു ഫലപ്രദമായി സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സക്കാത്ത് കമ്മിറ്റി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും അതിൽ സഹകരിക്കണം. എന്നിട്ട് ആ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാകാനുള്ള മാർഗം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇശാ ജമാഅത്ത്, റമദാനിൽ നമ്മുടെ ഇശാ ജമാഅത്ത് സാധാരണ 20 മിനിറ്റ് ഗ്യാപ്പാണ് ഉണ്ടാവുക. റമദാനിൽ മുഴുവനായിട്ടും സാധാരണ ഒരു ഫിക്സഡ് ടൈമാണ്, 8:30 ഇശാ ജമാഅത്ത്. അതിനുശേഷമായിരിക്കും തറാവീഹ് നമസ്കാരം. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് തുറപ്പിക്കലിന്റെ പുണ്യം നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം. മറ്റുള്ളവർ നോമ്പ് തുറ അതിൽ പെട്ടത് തന്നെയാണ് എന്ത്, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഉള്ള ഭക്ഷണം ഉണ്ടല്ലോ, നോമ്പ് തുറക്കുമ്പോൾ തിന്നുന്ന കാരക്കയും കാര്യങ്ങളും മാത്രമല്ല നോമ്പ് തുറപ്പിക്കുന്നതിൽ വിടാം, അതിനുശേഷം നൽകുന്ന ഭക്ഷണവും നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പുണ്യം കിട്ടുന്നതാണ് എന്ന് ഈ ഒരു ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട്, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് എന്താണ്, പിന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് അത് എന്താണ്, ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. എന്താണ് ഹദീസിൽ, സൂമു ലി റുഇയതിഹി വ അഫ്തിറു ലി റുഇയതിഹി ഫൈൻ ഗുമ്മ അലൈക്കും ഫസൂമു 30 യൗമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ഹദീസാണ് ഇതിന്റെ അടിസ്ഥാനം. എന്താ പറയാ, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക, മേഘം മൂടിയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇതിന് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, കാഴ്ചയാണ് അടിസ്ഥാനം, അല്ലെ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കാണുക എന്നതാണ് അടിസ്ഥാനം. രണ്ടാമത്തേത്, ചക്രവാളത്തിൽ ഉണ്ടെങ്കിലും കാർമേഘം മൂടിയാൽ, അതായത് കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ 30 പൂർത്തിയാക്കി അതിന്റെ തൊട്ടടുത്ത ദിവസം ഒന്നായി കണക്കാക്കുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാൻ കാരണമാകുന്നില്ല, കാണണം. നമ്മൾ ചക്രവാളത്തിൽ ചിലപ്പോൾ ഉണ്ടാവും, ചന്ദ്രൻ ഉണ്ടാവും, അതെല്ലാം നമ്മൾ നോക്കേണ്ടത് കാണണം. ഈ ഹദീസിൽ രണ്ടും അങ്ങനെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ 3 നിലപാടുകളാണ് ഇന്ന് പൊതുവെ സമൂഹത്തിൽ കാണുന്നത്. ഒന്ന്, ഹിലാല് ചക്രവാളത്തിൽ കാണേണ്ടതില്ല, കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിച്ചാൽ മതി. ഇത് പ്രമാണത്തിന് യോജിക്കുന്നതല്ല, നമുക്കറിയാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യോജിക്കൂലാണ്. രണ്ടാമത്തേത്, 3 സന്ദർഭങ്ങളിൽ കാഴ്ചയെ പരിഗണിക്കാം, മറ്റു മാസങ്ങളിലൊന്നും കലണ്ടർ നോക്കുകയും ചെയ്യാം. 3 സമയത്ത് പ്രധാനപ്പെട്ട മാസങ്ങൾ ഇതേപോലെ റമളാന്, ദുൽഹിജ്ജതൊക്കെ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ കലണ്ടറിൽ നോക്കിയാൽ മതി. ആകാശത്തേക്ക് അത് മാത്രം നോക്കിയാൽ മതി, ബാക്കി കലണ്ടറിലാണ് നോക്കേണ്ടത് എന്നുള്ള നിലപാട്. അതും എന്തില്ല, പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല, ഐക്യത്തിനും പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല. മൂന്നാമത്തേത് എന്താണ്, എല്ലാ മാസവും കാഴ്ചയെ അടിസ്ഥാനമാക്കി എല്ലാ മാസം നോക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് പ്രമാണത്തോട് യോജിക്കുന്നതും ഐക്യത്തിന്റെ വഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചത്, കേരളത്തിൽ റജബ് 29 മാസപ്പിറവി നോക്കാൻ ആഹ്വാനം നൽകി, മാസപ്പിറവി കണ്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, റജബ് 30 പൂർത്തിയാക്കി ഷാബാൻ 1 പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഷാബാൻ 29 നാളെ കാണാൻ, നാളെ ശനിയാഴ്ച ഷാബാൻ 29 നാളെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷെ 28 ഇന്ന് ചക്രവാളത്തിൽ ചന്ദ്രനെ കാണാനുള്ള ചെറിയ സാധ്യത ഉണ്ട്.
ചക്രവാളത്തിൽ ഉണ്ടാകും എന്നതുകൊണ്ട് എന്തില്ല, നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല. ശാസ്ത്രീയമായി കാണാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഇത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 29-ന് നാളെയാണ് എന്ത് മാസപ്പിറവി നോക്കേണ്ടത്. നാളെ 1 മണിക്കൂറോളം എന്ത് ചെയ്യുക കാണാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. യാതൊരു ആശയക്കുഴപ്പത്തിന്റെയും ആവശ്യമില്ല. പ്രമാണങ്ങളെ പിന്തുടർന്ന യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ സഹോദരങ്ങളെ പറഞ്ഞതുപോലെ ഈ റമദാൻ ഒരു ഒഴുക്കൻ റമദാൻ ആവരുത്. എല്ലാ റമദാനും പോലെ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു വഴിത്തിരിവാവണം നമുക്ക്. ഇൻഷാ അല്ലാഹ് നോമ്പ് ആരംഭിക്കുമ്പോൾ ആ ഒരു രീതിയിൽ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ഈമാനോടെയും ഇഖ്ലാസോടെയും തഖ്വയോടെയും ഈ റമദാനിനെ വരവേൽക്കാൻ, ഈ റമദാനിൽ പൂർണ്ണമായും ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന് ഇതിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബദ്ധവശാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളും പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മനോഹരമായ വിശാലമായ പറഞ്ഞാൽ തീരാത്ത അവർണ്ണനീയമായ സുന്ദര സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة